മനുഷ്യന്റെ ഹെൽത്തിനും ജീവനൊന്നും ഒരു വിലയില്ലേ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഫുഡ് പോയ്സൺ ആയിട്ട് അഡ്മിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നും ഒരു ഇഞ്ച് സ്ഥലമില്ല സൂചി കുത്താനായിട്ട്. അത്രയും ഇഞ്ചക്ഷൻസും കാര്യങ്ങളും എനിക്ക് കയറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുന്നേ എനിക്കൊരു കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റിൽ. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പറ്റിയതാണത്. ആ ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇവിടെ ആഡ് ചെയ്യും. ഈ ഫുഡ് വ്ലോഗർക്ക് ഫുഡ് പോയ്സൺ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചിയിലെ എലോട്ട് എലാത്തി എന്ന പേരിലുള്ള റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കാർത്തിക എന്ന് പറയുന്ന ഫുഡ് വ്ലോഗർ ആണ് എലോട്ട് എലാത്തി റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡ് പോയ്സൺ പിടിപെട്ട് ഹോസ്പിറ്റലിലായത്. നിലവിലിപ്പോ കാർത്തിക പ്രകാശും എലോട്ട് എലാത്തിക്കാരും തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് പോയ്സൺ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കാർത്തിക പൈസയ്ക്ക് വേണ്ടി വെറുതെ ഓരോന്ന് അടിച്ചിറക്കുകയാണ് എന്നൊക്കെയാണ് ഹോട്ടലുകാർ ആരോപിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ സകല രേഖകളും സമർപ്പിച്ചുകൊണ്ടാണ് കാർത്തിക ഇതിന് മറുപടി നൽകിയത്. നമ്മൾ എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോ കണ്ടു നോക്കാം. ഒരു മനുഷ്യന്റെ ഹെൽത്തിനും ജീവനൊന്നും ഒരു വിലയില്ലേ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഫുഡ് പോയ്സൺ ആയിട്ട് അഡ്മിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നും ഒരു ഇഞ്ച് സ്ഥലമില്ല സൂചി കുത്താനായിട്ട്. അത്രയും ഇഞ്ചക്ഷൻസും കാര്യങ്ങളും എനിക്ക് കയറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുന്നേ എനിക്കൊരു കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റിൽ. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പറ്റിയതാണത്. ആ ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഷോപ്പിൽ കിച്ചണിൽ ഒട്ടും വൃത്തിയില്ലാത്തതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അത്രയും ഓപ്പൺ ആയിട്ടായിരുന്നു കിച്ചൺ. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ ക്ലോസ് ചെയ്തു. ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 കൈവിരൽ കാണാതെ തടഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു. ആ ഫ്രീസറിന് മുകളിൽ ഫ്രഞ്ച് ഫ്രൈസ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ടല്ലേ. ഈ ഹോട്ടലിന് വൃത്തി കുറവാണെന്ന് തെളിവാക്കാൻ ഈ ഒരു തെളിവ് തന്നെ ധാരാളമാണെന്ന് തോന്നുന്നു. ഹോട്ടലിലെ കിച്ചണിൽ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് വിതറിക്കെടുക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ കണ്ടാൽ പിന്നെ അവിടുന്ന് കഴിക്കാൻ തന്നെ തോന്നൂല. പിന്നെ ആ ഫ്രഞ്ച് ഫ്രൈസിന്റെ കളർ ശ്രദ്ധിച്ചോ, എല്ലാം കറുത്തിരിക്കുന്നു. ഫ്രഞ്ച് ഫ്രൈസിന്റെ യഥാർത്ഥ കളർ എല്ലാവർക്കും അറിയാമല്ലോ, ഏകദേശം ഒരു യെല്ലോയിഷ് ഷെയ്ഡുള്ള കളറാണ്. 1-2 പീസൊക്കെ ചിലപ്പോൾ ഓവർ കുക്ക്ഡായി കറക്കാറുണ്ട് എന്നല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ കറുത്ത് കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഓയിൽ പഴയതായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും മാക്കൂടി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ആൾ അയച്ച മെസ്സേജ് റിപ്ലൈ ആണിത്. ഞങ്ങൾ പിന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല ചോദിച്ചപ്പോൾ ആൾ പറയാം ടേസ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അതിപ്പോൾ എന്താ ചെയ്യുക. ഞാൻ അവിടെ ടേസ്റ്റ് ഒന്നും ബാക്കി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഫുഡ് ഭയങ്കര മോശമായിരുന്നു, സർവീസ് മോശമായിരുന്നു, ക്ലീൻനെസ് ഇല്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആള് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഇത് 2-3 മാസം തൊട്ടേ ആൾക്കാർ ഗൂഗിൾ റിവ്യൂവിൽ ഇങ്ങനെ റിവ്യൂസ് വരുന്നുണ്ട്, ഭയങ്കര മോശമാണ് ഫുഡ്, ഫിഷിന്റെ സ്മെല്ല് അതൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. നമുക്കത് ഫീൽ ചെയ്തു. അതുപോലെ പൊട്ട മാംസം, പൊട്ട ചിക്കനായിട്ട് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിച്ചത്. എനിക്കത് കഴിച്ച് അന്ന് രാത്രി തുടങ്ങിയ വയറിളക്കും ഛർദിയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് പനി തുടങ്ങി. ഞാൻ ഫുൾ അഡ്മിറ്റ് ആണ്. എത്ര മരുന്ന് എൻ്റെ ശരീരത്തിൽ കയറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും വേദനിച്ചിരിക്കുമ്പോൾ അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണേന്നാണ്. രണ്ടാമത്തെ അയാൾ പറഞ്ഞു എന്താ ഇപ്പൊ നെഗറ്റീവ് റിവ്യൂസിനൊക്കെയാണ് റീച്ച് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അത് അയാൾ അയച്ചിട്ടുള്ള വോയിസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചത്. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അടിപൊളി എന്ന് പറഞ്ഞാലും റീച്ച് കിട്ടും. എന്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാൻ പറഞ്ഞത്. ഇനി ഒരാൾക്കും ഇങ്ങനെ പറയുന്നത് ഇത് കഴിച്ച് പ്രശ്നം ഉണ്ടാവരുതെന്ന്. അല്ല, കൂടുതലും നെഗറ്റീവിനാണ് വാല്യൂ കൂടുതൽ. അപ്പൊ എന്തായാലും പോലീസിൽ FIR കൊടുക്കുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്ന് റീച്ച് ആവട്ടെ. ഇത് വളരെ മോശമായി പോയെന്ന് ഞാൻ പറയൂ. തന്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വയ്യാണ്ടായ ഒരാളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്? എന്ത് പരിപാടിയാണ് ഇത്? നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാർത്തിക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയാം. ഇന്നത്തെ കാലമായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ പല ഉടായ്പകളും ഇവിടെ നടക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് വെക്കാം. പക്ഷെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് തെളിയിക്കാൻ കൂടി കഴിയണമെന്ന് മാത്രം. കാർത്തിക് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാനും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. അങ്ങനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ എല്ലാ ഡീറ്റെയിൽസും ആ കുട്ടിയുടെ കയ്യിലുണ്ട്. വെറുതെ ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ആക്കി ഈ കണ്ട മരുന്നുകളെല്ലാം കൊടുക്കോ? ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ അങ്ങനെ ചെയ്യോ? അപ്പൊ ഒരു കസ്റ്റമർ കംപ്ലൈന്റ് പറയുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കുകയും ജെനുവിൻ ആണെന്ന് അന്വേഷിച്ച് അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളത് ഒരു ഹോട്ടൽ ഉടമ കാണിക്കേണ്ട മിനിമം മര്യാദയാണ്. ഇത് കാർത്തിക പ്രകാശ് എന്ന് പറയുന്ന ഒരു ഫുഡ് വ്ലോഗർക്ക് മാത്രം ഉണ്ടായ അനുഭവമാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ഈ ഹോട്ടൽ മുതലാളിയോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഹോട്ടലിന് ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിലത് ഞാൻ വായിച്ചുതരാം. വെരി ബാഡ് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് മൈ വിസിറ്റ് ടു എലോട്ട് എലാത്തി ടുഡേ. ഡ്യൂറിംഗ് മൈ ഫസ്റ്റ് വിസിറ്റ് ദ റോൾ വാസ് വെരി ടേസ്റ്റി, which is why I choose to visit again. Unfortunately, this time the experience was completely disappointing. I ordered loaded fries and a tawa roll. The loaded fries served were burnt and tasted very bad. When I informed the staff, they accepted the mistake and replaced it. However, I ordered a jumbo tawa roll. And on taking the first bite, I found long hair inside the roll, which was extremely unpleasant. I immediately informed the cook, but there was no response. I requested a refund, and although the full amount was refunded, there was no apology or concern shown for the bad experience caused. Overall, the place appeared unclean and unhygienic, and the food quality has clearly dropped. I would not recommend this place.
If you are on a tight budget but want to enjoy a roll without a compromise your health, skip the 99 rupees big roll filled with potatoes, mayonnaise and just 1 or 2 dry chicken pieces. For around 170 rupees nearby at Altaza, you get much better roll made with fresh chicken, no mayonnaise. I guaranteed it. Please don't buy those unhealthy ones, especially for children. The worst food I had ever had in my life. After eating this, we literally got trauma. My friend even vomited. The shawarma roll was terrible and the marinated itself was so bad. Never going back to this place again. ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച സാധാരണക്കാരുടെ അനുഭവമാണ്. ഹോട്ടലിലെ വൃത്തിയില്ലായ്മയെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ഫുഡിന്റെ ക്വാളിറ്റി പോരാ എന്നും പറയുന്നു. ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഛർദ്ദിച്ചു എന്നും പറയുന്നു. അതായത് അവിടുന്ന് ഭക്ഷണം കഴിച്ച് മോശം അനുഭവം ഉണ്ടായ ആദ്യത്തെ ആളല്ല കാർത്തിക പ്രകാശ് എന്നർത്ഥം. ഇതിനു മുമ്പും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടത് എന്ന് മാത്രം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിളമ്പുന്നത് ഭക്ഷണമാണ്. അത് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകാനുള്ളതാണ്. ചെറിയ കുട്ടികളടക്കം വന്ന് കഴിക്കുന്നതാണ്. ആ ഒരു ബോധം ആദ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിക്കും. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. ഞാൻ പറയുന്നത് ഞങ്ങള് ഹോസ്പിറ്റലിൽ ഉണ്ടായ ബില്ലും എനിക്ക് കയ്യമ്മലൊക്കെ അത് കുത്തിയിട്ടുണ്ടായിരുന്നതും അഡ്മിറ്റ് ആയതിന്റെ കാര്യങ്ങളൊക്കെ അയാൾ കഴിച്ചു കൊടുത്തിട്ട് അയാൾ ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ആള് പറഞ്ഞത് 2 മണിക്കാണ്, ഞങ്ങൾ എത്ര നേരം വിളിച്ചിട്ട് ആൾ എടുക്കാണ്ട് 2 മണിക്കാണ് ആള് വിളിച്ചത്. എന്നിട്ട് ആള് പറയാണ് ഞാൻ നോമ്പായതുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ടാന്നുള്ളത്. ഒരാൾ ഇത്രയും ദ്രോഹിച്ച് ഇത്രയും ഇതാക്കിയിട്ട് നോമ്പെടുത്തിട്ട് വല്ല പുണ്യം കിട്ടും നിങ്ങൾക്ക്? 2 മണി വരെയൊക്കെ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണി വരെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതും രാവിലെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് പുലർച്ചെയാണ്, 6 മണി സമയത്താണ്. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഡബിൾ ടിക്ക് ആയിട്ടുണ്ടായിരുന്നു. അയാൾ ഫോൺ വിളിച്ചപ്പോൾ തന്നെ പറയുകയും ചെയ്തു ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ട്, സ്റ്റോറി നിങ്ങളിട്ട സ്റ്റോറി ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. അപ്പൊ ആ കണ്ട ആൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് ആള് തിരിച്ചു വിളിക്കുന്നത്. 2-3 വട്ടം വിളിച്ചിട്ട് ആൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ അൽത്താസയുടെ തൊട്ട് സൈഡിൽ എലോട്ടെ എലാത്തി എന്നാണ് കടയുടെ പേര്. ഞാൻ ആ വീഡിയോസും കാര്യങ്ങളും അവിടെ കൊടുക്കാം. നമ്മളവിടെ ഫുഡ് ഇൻസ്പെക്ടറിന് കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ FIR ഫയൽ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മാക്സിമം, കാരണം ഞാൻ അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. ഇത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ടാണ് പൊട്ടേറ്റോ അരിഞ്ഞ് ഇതാക്കുന്നത്, ചിക്കനൊക്കെ അന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലും ഇങ്ങനത്തെ ഒരു രീതിയിലത്തെ ഫുഡ് ആൾക്കാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഷോപ്പിലുള്ള ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഫുഡിന്, പൊട്ടാറ്റോയിൽ കളർ ഉണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഞാൻ കോമ്പൻസേഷൻ ഒക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് എന്താ, ഞാൻ വേണമെങ്കിൽ കോമ്പൻസേഷൻ ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ അയക്കാം, ഞാൻ നോക്കട്ടെ, അങ്ങനെയാണ് ആള് പറഞ്ഞത്. എന്താ ഔദാര്യം പോലെ. എനിക്ക് കോമ്പൻസേഷനും വേണം, എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ള എല്ലാ ബിൽ എമൗണ്ടും ആൾ എന്തായാലും പേ ചെയ്യണം. ഞാൻ എന്തായാലും കേസ് കൊടുത്ത് നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോവാണ്. ശരി, നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം നാളെ ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ ഇടവരരുത്. ഈ ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞ ചെറിയ പ്രശ്നമൊന്നുമല്ലല്ലോ, സീരിയസ് ആയ ഇഷ്യൂ തന്നെയാണ്. മരണം വരെ സംഭവിക്കാം. അങ്ങനെയും സംഭവിച്ചിട്ടുമുണ്ടല്ലോ. ഷവർമ കഴിച്ചു മരിച്ചു എന്നുള്ള വാർത്ത വല്ലപ്പോഴാണെങ്കിലും നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലെ. അന്ന് പിന്നെ മയോണൈസ് ആണ് ഷവർമയിലെ വില്ലൻ എന്ന് കണ്ടെത്തുകയും കുറച്ചു കാലത്തേക്ക് മയോണൈസ് നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കാലം കൊണ്ട് തന്നെ എല്ലാം പഴയ പോലെയായി. അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഭയങ്കര നടപടിയും മറ്റും ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ ആ ബഹളവും കെട്ടടങ്ങും. പിന്നെ പഴയ പോലെ തന്നെ ആകും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇതിപ്പോ സിസ്റ്റത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ജനങ്ങളും ഇതിനൊക്കെ കാരണക്കാരാണ്. എത്ര കിട്ടിയാലും പഠിക്കൂല. ബാക്കിയാണ് നോക്കാം. ആളെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോന്റെ ആ ഷോപ്പിലെ ഓണേഴ്സ് 3 പേരുണ്ട്. ആ ഓണേഴ്സും അവരുടെ 3 താങ്കളും വന്ന് കമന്റ് ഇടുന്നതും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് ചെന്നപ്പോ അവര് പറഞ്ഞത് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അവര് ഒരു ആവശ്യമില്ലാണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അവര് 1 രൂപ പോലും ബിൽ എമൗണ്ട് പോലും പേ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അവര് പെയ്ഡ് അതല്ല ചെയ്തത്, ബാർട്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. ഇത് എന്റെ ബ്ലഡ് റിസൾട്ട് CRP, ഇത് ഞാൻ ഇവിടെ കൊടുക്കാം. -6, 6ന് താഴെ വേണ്ടത് എനിക്ക് 139.9 ആണുള്ളത്. അതുപോലെ ഞാൻ ഇപ്പോൾ വേറെ ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ നിന്ന് ഞാൻ മാറി എന്റെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് വന്നു. അപ്പൊ ഡിസ്ചാർജ് സമ്മറിൽ അവർ കൊടുത്തിട്ടുണ്ട് അക്യൂട്ട് ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ്. അതിന്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ആണെന്ന് എനിക്കറിയില്ല. അതിന്റെ അർത്ഥം സഡൻ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ അവിടെ നിന്ന് 8:30-9 മണി നേരത്താണ് ഫുഡ് കഴിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം പുലർച്ചെ 4-5 മണിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടുത്ത് ഞാൻ ഒരു ഫുഡും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ച പാട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫുഡ് കൊള്ളൂല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ രാത്രി 8:30ക്കാണ് കാർത്തിക പ്രകാശ് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അന്ന് പുലർച്ചെ 5 മണിക്ക് ആയപ്പോഴേക്കും കാർത്തികയ്ക്ക് ഫുഡ് പോയിസന്റെ സിംറ്റംസ് തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ഫുഡ് പോയിസൺ അടിച്ചതെന്ന് ഏകദേശം ഉറപ്പിക്കാം. മാത്രമല്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡിന്റെ ക്വാളിറ്റി പോരാ എന്നും പറഞ്ഞ് കാർത്തിക കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വീഡിയോകളും എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. എവിടെയാണ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്?
സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഇത്രയും കാര്യത്തിനിടയ്ക്ക് എത്രയോ തവണ ഷവർമയും ഫ്രഞ്ച് ഫ്രൈസും ലോഡഡ് ഫ്രൈസും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്ന ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഉരുളക്കേക്കിന്റെ ഒക്കെ കളർ എന്താണ് ഇങ്ങനെ? എങ്ങനെയാണ് ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് അവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ. ബാക്കിയാണ് നോക്കാം. പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ കുത്തി ഇത്രയും മരുന്ന് എന്റെ ശരീരത്തിൽ കുത്തിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി എനിക്കെന്റെ തലയ്ക്ക് ഓളമാണോ? നിങ്ങൾക്കൊന്നും ബോധമില്ലേ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത്രയും വേദന സഹിച്ചിട്ട് ഞാൻ എന്തിനാ എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്? ഇത്രയും മരുന്ന് എന്റെ ശരീരത്തിൽ കുത്തുമ്പോൾ എനിക്കത് എന്റെ ഹെൽത്തിനെ അത് ബാധിക്കില്ലേ? നിങ്ങൾക്ക് അതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലേ? എല്ലാവരും പറയുന്നു, മിക്ക കമന്റ്സും വരുന്നത് അവരെ തന്നെയാണ് അത് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പറയുന്നത് എന്താ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രശ്നമില്ല, കള്ളം പറയില്ല. ആ ഫുഡിന്റെ വീഡിയോ, അവർ കഴിച്ച മെസ്സേജിന്റെ വീഡിയോ, ബില്ലിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയണേല് മനസ്സിലായി അവരുടെ അടുത്താണ്. കാരണം ഇന്നെന്റെ ഫ്രണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരെന്ന് പറയുന്നത്, ഞാൻ അവരുടെ ഒരാൾ ഇട്ട കമന്റിൽ റിപ്ലൈ കൊടുത്തു. അതിന്റെ കാര്യമാണ് പറയുന്നത്. 30+ ആൾക്കാർ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത കമന്റിന് ഇന്ന റിപ്ലൈ കൊടുക്കുന്നു പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുന്നത് എന്റെ ഫ്രണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ 3 പേരിൽ ഒരാള് എന്റെ ഫോട്ടോസ്, ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള ഫോട്ടോസ്, ഗോവയിൽ പോയിട്ടുള്ള ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് എല്ലാ ഫോട്ടോസും കാണിച്ചു കൊടുത്തിട്ട്, കണ്ട സാറേ കണ്ട ഈ പെണ്ണാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? കുറച്ച് മോഡേണായിട്ട് ഡ്രസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കള്ളം പറയാനാണ് അതിന്റെ അർത്ഥം. അതുപോലെ എനിക്ക് ഒരൊറ്റ ദിവസം മരുന്നിന് മാത്രം ചെലവായിട്ടുള്ളത് 6325 ഇതും ഞാനിവിടെ കാണിച്ചു തരാം. രാവിലെ തൊട്ട് ഇവിടെ എത്തുന്ന വരെ ഒരു 2:30-3 മണി വരെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, തളർന്നിരിക്കുന്നു. ഇവിടെ വന്ന് ആന്റിബയോട്ടിക് കയറ്റി എല്ലാ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റി സോഡിയം ഒക്കെ കയറ്റിയതിന് ശേഷമാണ് എനിക്കിപ്പോൾ കുറച്ച് എനർജി വന്നിട്ട് ഞാൻ എനിക്ക് നിന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഇവര് അയച്ചൊരു വോയിസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഫുഡ് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അയച്ച ഒരു വോയിസ് ഉണ്ട്, അത് നിങ്ങൾ കേൾക്കൂട്ടോ. പൈസ കുറവെന്ന് വെച്ചിട്ട് ഒരാളുടെ ഹെൽത്തും ആളുടെ ജീവനും വെച്ചിട്ടാണോ നിങ്ങൾ കളിക്കുന്നത്? ഇതിലും ഭേദം നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകണമെന്നാണ്. പ്ലീസ് ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. അതാണ്, ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന പരിപാടി ചെയ്യുന്നേക്കാളും നല്ലത് വേറെ വല്ല പണിക്കും പോണതാണ്. മനുഷ്യന് ജീവൻ വെച്ച് കളിക്കരുത്. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ വെച്ച് കളിക്കാൻ നിൽക്കരുത്. ഭക്ഷണമാണ് വിളമ്പുന്നത് എന്നൊരു ബോധം വേണം. അതിന് അതിന്റേതായ ഒരു മര്യാദയുണ്ട്. അറ്റ്ലീസ്റ്റ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് അതിന്റേതായ രീതിയിൽ എടുക്കാനും പരിഹാരം കാണാനുമുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കച്ചവടം ചെയ്യണ്ട, നിർത്തിക്കോ. എന്തായാലും ഈ ഫുഡ് ബ്ലോഗറും ഹോട്ടൽ ഉടമയും ഇതിന്റെ പേരിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാർത്തികയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കാർത്തികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഹോട്ടലുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെയുള്ള ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ട്. കാർത്തികയെ തെറി വിളിച്ചു കൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമുള്ള കുറെ കമന്റുകളും ഉണ്ട്. ഇതെല്ലാം ഹോട്ടലുകാർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് കാർത്തിക പറയുന്നത്. എന്താണ് സംഭവം? കേസായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോലീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഇതിനൊരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമാണ്, അതിനായിരിക്കണം എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത്. ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ ഒരിക്കലും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കൃത്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി എടുക്കുക തന്നെ വേണം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.